ചേർന്നിരിക്കുകയാണ്. MLA ആണ് ചേരുന്നത്. What are the updations regarding the rescue operations? Till yesterday we have got seven bodies, and we have some doubt of this Benz vehicle from Kerala. That body is... Sir, we are getting details as we just located vehicles there. Body, huh? As per his family says, he is alive and his mobile is on. And Benz people have told them up to 6 days nothing will happen wrong to him. And that is his worry. That is his worry, his family's worry, that we have to remove that vehicle, or we have to find out that vehicle within 6 days. Can we locate the lorry? No, we have tried lot, but we are not finding. Informations are getting that by using radar facilities. No, we have already told to bring the radar, and we have tried through diving people also, whether it falls in river, all type of efforts we have tried. But luckily, God has to open his eyes. And I pray the God on all our Karwar people, praise that Baba, that body should be remain intact. It is our also prayer. And it is up to God to take his willingness, or what is his blessings, whatever we call it is. Thank you. ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള നിർണായകമായിട്ടുള്ള ഏറ്റവും ആശ്വാസം നൽകുന്ന വിവരം കൂടി ഇപ്പോൾ നമ്മളെ തേടി വന്നിരിക്കുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ലോറി എവിടെയുണ്ട് എന്നുള്ളതിനെ പറ്റി നേരത്തെ തന്നെ GPS സംവിധാനം വെച്ച് അത് മനസ്സിലാക്കിയിരുന്നു, ഏത് പ്രദേശത്തെന്നുള്ളത്. അത് കൃത്യമായിട്ട് ആ ലൊക്കേഷൻ ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുകയാണ്, അത് സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. റഡാർ ഉപയോഗിച്ചിട്ടുള്ള രക്ഷാപ്രവർത്തനം കൂടുതൽ ഉപകാരപ്രദമാകുന്നു, അത് വളരെ പ്രയോജനപ്പെടുന്നു എന്ന് കാണിക്കുന്നത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ, ആദ്യ മണിക്കൂറിൽ. ഈ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ട് മണിക്കൂറാകുന്നേ ഉള്ളൂ, അപ്പോഴേക്കാണ് ഇത്തരത്തിലുള്ള വിവരം നമുക്ക് ലഭ്യമാവുന്നത്. എന്തായാലും ലോറി എവിടെ എന്നുള്ളത് റഡാറിൽ പതിഞ്ഞിരിക്കുകയാണ്. ഇനി എത്ര മണ്ണ് കുഴിച്ച് ഉള്ളിലേക്ക് പോകണം, അങ്ങനെ ശേഷമായിരിക്കും ലോറി കണ്ടെത്താനാവുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്ക് വ്യക്തത വരേണ്ടിയിരിക്കുന്നു. KB ശ്രീധരൻ ആ വിവരങ്ങളൊക്കെയും പങ്കുവയ്ക്കും. ശ്രീധരൻ, ഏറ്റവും ആശ്വാസം നൽകുന്ന ആൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷയിലേക്ക് അതിലേക്ക് ദൂരം കുറയുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ലൊക്കേഷൻ സ്പോട്ട് ചെയ്യാൻ പറ്റിയിരിക്കുന്നു, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇനി എന്താണ്, എത്രത്തോളം മണ്ണ് ഇനിയും നീക്കേണ്ടി വരും, അത് എവിടെയുണ്ട്, എങ്ങനെയുള്ള വിവരങ്ങളൊക്കെയാണ് ലഭ്യമാവുന്നത്, ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ റഡാറിൽ ലോറിയെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരം മാത്രമാണ് ഇപ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് ലഭിക്കുന്നത്. അത് എത്രത്തോളം താഴ്ചയിലാണ്, അല്ലെങ്കിൽ അത് പുറത്തേക്ക് എടുക്കുന്നതിന് എത്രത്തോളം സമയം വേണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഏതായാലും ആ ലോറി ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുണ്ടായിട്ടുള്ള വിവരം നമുക്ക് ഉള്ളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ ഇത് പുറത്തേക്ക് എടുക്കുന്നതിലും ഒരു തീരുമാനമുണ്ടാകും. ഏതായാലും പല ഭാഗത്തു നിന്നും മണ്ണ് മാറ്റിക്കൊണ്ട് വേണം ഈ ലോറി പുറത്തേക്ക് എടുക്കാൻ. വലിയ തോതിൽ മണ്ണ് അവിടെ അടിഞ്ഞു കൂടിയിട്ടുമുണ്ട്. ഏതായാലും വൈകാതെ തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും. കൃത്യമായി ഇത് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കൃത്യമായി തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സംബന്ധിച്ചുള്ള ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ആദ്യ മണിക്കൂറിൽ തന്നെ, റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള ആദ്യ മണിക്കൂറിൽ തന്നെ ഈ വിഷയത്തിൽ ഒരു കൃത്യത വന്നിട്ടുണ്ട്. ഏതായാലും ഈ ലോറി എവിടെ എന്ന് ചോദ്യത്തിന് ഉത്തരമായി ഇനി ആ ലോറി എത്രയും പെട്ടെന്ന് പുറത്തെടുക്കുക എന്നുള്ളതാണ് മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു ടാസ്ക്. അതിനുവേണ്ടിയുള്ള നടപടികൾ, ശാസ്ത്രീയമായിട്ടുള്ള ഈ മണ്ണ് മാറ്റി ഈ ലോറി പുറത്തേക്ക് എടുക്കുന്നുള്ള നടപടികളൊക്കെ അവിടെ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. വൈകാതെ തന്നെ നമ്മൾക്ക് അവിടേക്ക് എത്തിച്ചേരാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീധരനൊക്കെ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അതായത് ഇനിയും ഒരു 2.5 കിലോമീറ്റർ നടന്ന് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നടക്കുന്നതിനിടയിലാണ് ഈ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ രക്ഷാദൗത്യത്തിൽ, രക്ഷാപ്രവർത്തനത്തിൽ ആദ്യ മണിക്കൂറിൽ തന്നെ അത് പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. ആദ്യ മണിക്കൂറിൽ തന്നെ ലോറി എവിടെ എന്നുള്ള കാര്യം കൃത്യമായി സ്പോട്ട് ചെയ്യാൻ പറ്റിയിരിക്കുന്നു. ലോറിയുടെ ലൊക്കേഷൻ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ലോറി റഡാറിൽ തെളിഞ്ഞിരിക്കുകയാണ്. ഇനി എത്ര താഴ്ചയിൽ
താഴ്ചയിലേക്ക് മണ്ണ് മാന്തി എടുക്കേണ്ടി വരും, എത്ര താഴ്ചയിലാണുള്ളത്, എത്ര ആഴത്തിലാണുള്ളത് എന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് അറിയേണ്ടത്. അതും അവിടെയുള്ള സംഭവ സ്ഥലത്തുള്ള രക്ഷാദൗത്യത്തിന്റെ ദുരന്തമുഖത്തുള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിലും വ്യക്തത ഉണ്ടായിരിക്കണം. നമുക്ക് കൂടുതൽ അപ്ഡേഷൻ ലഭിക്കേണ്ടിയിരിക്കുന്നു. ശ്രീധരൻ, നേരത്തെ ഈ സംഭവം അറിഞ്ഞ് തൊട്ടു പിന്നാലെ തന്നെ MLA യോട് സംസാരിക്കുകയുണ്ടായി. MLA ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് എന്തെങ്കിലും അധിക വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? രാഹുലിനും അല്ലെങ്കിൽ ശ്രീധരനും എന്തെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ടോ? ಮಾತಾಡುವಾಗಿದೆಯಲ್ಲ ಅಮ್ಮ, ಈ ಪ್ರಶ್ನೆಯವರು ಇದ್ರಲ್ಲ, ಆ ಪ್ರಶ್ನೆಯವ್ರು ನಮ್ಮನ್ನು ಬಂದು ಕೇಳೋದು ಈ 3 kg ಹೆಂಗೆ ಒಂದು ದಿವಸದಲ್ಲಿ ಖಾಲಿ ಆಯ್ತು. ಹಾಗೆ ಜನರಿಗೆ ಒಂದು ಭಯದ ವಾತಾವರಣದಲ್ಲಿ ನಾನು ಒಂದು ರಿಕ್ವೆಸ್ಟ್ ಮಾಡ್ತೀನಿ, ಜನರಿಗೆ ಭಯದ ಕುಮಾರಸ್ವಾಮಿ ಅವರು ಬಂದು ಸಹ ನಮ್ಮವರೇ, ನಮಗೆ ಇಲ್ಲಿ ಏನು ಗೊತ್ತಿಲ್ಲ, ನಮಗೆ ಇಲ್ಲಿ ಪಾರ್ಟಿ ಇಲ್ಲ. മാഡം കളക്ടറുമായി സംസാരിക്കുകയാണ് MLA. കളക്ടറുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുകയാണ്. അവർ മുന്നോട്ട് പോവുക എന്നുള്ള ദൗത്യം അതിൽ നിന്ന് പിന്നോട്ട് തന്നെ പോവുകയാണ്. സ്പോട്ട് ചെയ്യപ്പെട്ട സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ MLA മാധ്യമപ്രവർത്തകരെയും കൂട്ടി പോവുകയാണ്. എന്തായാലും പ്രതീക്ഷ നൽകുന്ന, ആശ്വാസം നൽകുന്ന വാർത്തകൾ വരികയാണ്. അർജുനായിട്ടുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. 5ാം നാളാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. അതിനിടയിലാണിപ്പോൾ ലോറിയുടെ ലൊക്കേഷൻ കണ്ടെത്തിയിരിക്കുന്നു. റഡാറിൽ ലോറി തെളിഞ്ഞിരിക്കുന്നു. ലോറി എവിടെയാണെന്നുള്ള കാര്യം കൃത്യമായി റഡാറിന് സ്പോട്ട് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ള ആശ്വാസം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന വിവരങ്ങൾ നമുക്ക് മുൻപിൽ ഇപ്പോൾ ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. ശിരൂരിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വാർത്തകൾ തന്നെ പുറത്തു വരികയാണ്.